അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന റീസെന്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. റീസെന്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ്. മാനേജ്മെന്റ് റിപ്പോർട്ടിങ്ങിൽ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ചേഞ്ചസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ട്രെൻഡ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ക്യാഷ് ഫ്ലോ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 7 പ്രകാരം എല്ലാ കമ്പനീസും അക്കോർഡിംഗ് ടു സെബി, അതായത് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം എല്ലാ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസും ക്യാഷ് ഫ്ലോ റിപ്പോർട്ട്സുകൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. അതായത് സെബി അഡ്വൈസ്ഡ് ദാറ്റ് all listed companies whose annual report have been approved after 31st March 96 are required to include a cash flow statement. ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ പഠിക്കാനുണ്ട്, വരുന്ന ചാപ്റ്ററുകളിൽ നമുക്ക് പഠിക്കാനുണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദറ്റ് ഈസ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ സമയത്ത് പറയാം. ഇൻ ദി ഫോർമാറ്റ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദി ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 7, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 7 പ്രകാരം പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ഫോർമാറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാ കമ്പനീസും ലിസ്റ്റഡ് കമ്പനീസും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പ്രിപ്പയർ ചെയ്യണം ഇൻ ദെയർ ആനുവൽ റിപ്പോർട്ട്. ഇതാണ് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു എന്ത് പറയുന്നത് ചേഞ്ചസ് അല്ലെങ്കിൽ ട്രെൻഡ് എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോ റിപ്പോർട്ടിംഗ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 7. സെക്കൻഡ് വൺ ആണ് സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 108 പ്രതിപാദിച്ചിരിക്കുന്നതാണ് സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്. അതായത് ഒരു ലാർജ് ബിസിനസ് എൻ്റർപ്രൈസസ് ആണെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ് ഓർ ബിസിനസ് സെഗ്മെൻറ്റ്സ്. ഓക്കെ, മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സുകൾ ഉണ്ടാകും. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈ ഒരു ഓരോ സെഗ്മെൻറ്റിനെ കുറിച്ചും ഈച്ച് ആൻഡ് എവരി സെഗ്മെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പ്രതിപാദിക്കുന്നില്ല. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും അത്തരത്തിൽ എന്ത് ചെയ്യുന്നില്ല, ഓരോ സെഗ്മെൻറ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പ്രതിപാദിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എന്താണ് ഡ്രോബാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് എന്നുള്ളത് എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ആസ് പെർ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 108, an entity is required to disclose segment-wise information in the disclosure of accompanying financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളിൽ സെഗ്മെൻറ്റ് ബേസ് ആയിട്ട് ഓരോ ബിസിനസ് സെഗ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 108 പ്രകാരം. അത്തരത്തിൽ ഓരോ സെഗ്മെൻറ്റിനെ കുറിച്ചും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രതിപാദിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദീസ് എനാബിൾസ് ടു ഇവാലുവേറ്റ് ദി നാച്ചർ ആൻഡ് എഫക്ട്സ് ഓഫ് ദി ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻ വിച്ച് ഇറ്റ് എൻഗേജ് ആൻഡ് ദി എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ഇറ്റ് ഓപ്പറേറ്റ്സ്. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ അനാലിസിസ് നടത്തുമ്പോൾ, ഇത്തരത്തിൽ സെഗ്മെൻറ്റ് വൈസ് റിപ്പോർട്ട് നടത്തുമ്പോൾ ഓരോ സെഗ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് എന്നുള്ളതും മറ്റൊരു ട്രെൻഡ് ആണ് വരുന്നത്, റീസെൻറ്റ് ട്രെൻഡ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് യൂസിങ് IFRS. IFRS ഉപയോഗിച്ചുകൊണ്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നടത്തുക എന്നുള്ളത്. ദാറ്റ് ഈസ് IFRS എന്ന് പറയുന്നത് എന്താണ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ്. അതായത് ഗ്ലോബലി ആക്സെപ്റ്റഡ് ഒരു സ്റ്റാൻഡേർഡ് ആണ് IFRS എന്ന് പറയുന്നത്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് മെർജ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, IFRS രൂപീകൃതമാകുന്നത്. 1 ഏപ്രിൽ 2011 മുതൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് വർ മെർജ്ഡ്, ദാറ്റ് ഈസ് കൺവേർജ്ഡ് വിത്ത് ദി ന്യൂ IFRS. പുതിയൊരു IFRSലേക്ക് എന്ത് ചെയ്തു, കൺവേർജ് ചെയ്തു. അപ്പോൾ IFRS എൻഷുവേഴ്സ് മോർ ട്രാൻസ്പെറൻസി, കൺസിസ്റ്റൻസി ആൻഡ് യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിംഗ് പോളിസീസ്. അക്കൗണ്ടിംഗ് പോളിസിയിൽ യൂണിഫോമിറ്റിയും ട്രാൻസ്പെറൻസിയും കൺസിസ്റ്റൻസിയും എന്ത് ചെയ്യുന്നു, എൻഷുർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് മറ്റൊരു എന്ത് വരുന്നത്, റീസെൻറ്റ് ട്രെൻഡ് വരുന്നത്. നെക്സ്റ്റ് വൺ ഇൻ്ററിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. ജനറലി ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നടത്തുന്നത് ഒരു അക്കൗണ്ടിംഗ് ഇയർ അവസാനിക്കുന്ന സമയത്താണ്. എന്നാൽ അത്തരത്തിൽ നമ്മൾ ഇയർലി പ്രിപ്പയർ ചെയ്യുന്നതിന് പകരമായിട്ട് ഇൻ്ററിംഗ് റിപ്പോർട്ടുകൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഇഷ്യൂഡ് ബിറ്റ്വീൻ ദി ഡേറ്റ്സ് ഓഫ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കോൾഡ് ഇൻ്ററിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്. രണ്ട് ആനുവൽ റിപ്പോർട്ടിൻ്റെ ഇടയിൽ വരുന്ന റിപ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്. ഇവിടെ ഏത് ഇൻ്ററിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ്ററിംഗ് റിപ്പോർട്ടിംഗ് ഈസ് ദി റിപ്പോർട്ടിംഗ് ഓഫ് ഫിനാൻഷ്യൽ റിസൾട്ട്സ് ഓഫ് എനി പീരീഡ് ദാറ്റ് ഈസ് ഷോർട്ടർ ദാൻ എ ഫിസിക്കൽ ഇയർ. ഒരു ഫിസിക്കൽ ഇയറിനേക്കാൾ കുറവ് വരുമ്പോൾ, അതായത് രണ്ട് ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇടയ്ക്ക് വരുന്നതിനെയാണ്. സെബി ഗൈഡ് ലൈൻസ് റിക്വയർ കമ്പനീസ് ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ടു പബ്ലിഷ് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഓൺ ക്വാർട്ടർലി ബേസിസ്. ക്വാർട്ടർലി ബേസിസിലായിട്ട്
ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനാണ് സെബി ഗൈഡ് ലൈൻസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ്ററിം ആയിട്ട് കൊടുക്കുന്നത്, അതായത് രണ്ട് ആനുവൽ റിപ്പോർട്ടിൻ്റെ ഇടയിൽ പ്രസിദ്ധീകരിക്കുന്നതിനാണ് നമ്മൾ ഇൻ്ററിം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇക്കണോമിക് വാല്യൂ ആഡഡ് ആണ്, EVA എന്ന് പറയും. അതായത് ഇക്കണോമിക് വാല്യൂ ആഡഡ് റെപ്രസെൻറ്റ്സ് ഇറ്റ് മെഷേഴ്സ് ദി ഇക്കണോമിക് പ്രോഫിറ്റ് ബൈ ഡിഡക്റ്റിംഗ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കുറച്ചതിന് ശേഷം കിട്ടുന്ന ഇക്കണോമിക് പ്രോഫിറ്റിനെയാണ് എന്ത് പറയുന്നത്, ഇവിടെ നമ്മൾ ഇക്കണോമിക് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേണിനെയാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അവരെ റേറ്റ് ഓഫ് റിട്ടേണിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ആ റിട്ടേൺ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് EVA എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫ്രം അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്കണോമിക് പ്രോഫിറ്റിനെ കണ്ടെത്തുന്നു. ദാറ്റ് ഈസ് ബൈ ഡിഡക്റ്റിംഗ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി വാല്യൂ ആഡഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ബൈ ജനറേറ്റിംഗ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻ എക്സസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡിന് എക്സസ് ആയിട്ട് വരുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് EVA കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നിന്നും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു കോസ്റ്റ് ഓഫ് എംപ്ലോയിഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് EVA കിട്ടും. അപ്പോൾ ഇതാണ് മറ്റൊരു ട്രെൻഡ് എന്ന് പറയുന്നത്, അതായത് എക്കണോമിക് വാല്യൂ ആഡഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. നേരത്തെ ഇക്കണോമിക് വാല്യൂ ആഡഡ് ആയിരുന്നു പറഞ്ഞത്, ഇവിടെ വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഈ വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നതും ഇക്കണോമിക് വാല്യൂ ആഡഡ് എന്ന് പറയുന്നതും രണ്ടിനെയും ഏകദേശം എന്താണ്, സെയിം പേർപ്പസ് തന്നെയാണ്. അതായത് നമ്മൾ ഇക്കണോമിക് വാല്യൂ ആഡഡിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും അതേപോലെ തന്നെ വാല്യൂ ഡിസ്ട്രോയ് ചെയ്യുന്നതിനെക്കുറിച്ചുമാണ് പറയുന്നത്. സെയിം എന്താണ് പേർപ്പസ് തന്നെയാണ് ഈ ഒരു വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി വാല്യൂ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് മൈനസ് കോസ്റ്റ് ഓഫ് ഇൻപുട്ട് ആണ്. കോസ്റ്റ് ഓഫ് ഇൻപുട്ടിനെ മൈനസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇൻകം എത്രയാണോ ആ ഒരു റവന്യൂ ആണ്, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്രയാണോ അതിനെയാണ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ആഫ്റ്റർ കാൽക്കുലേറ്റിംഗ് വാല്യൂ ആഡഡ് വി പ്രിപ്പയർ വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ്. ഒരു വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ്സിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സിലൂടെ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനുമുള്ള വാല്യൂ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് പ്രതിപാദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതും മറ്റൊരു റീസെന്റ് ട്രെൻഡിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് മാനേജ്മെന്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് റിപ്പോർട്ട്. മാനേജ്മെന്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് റിപ്പോർട്ട്, അതായത് ദാറ്റ് ഈസ് ദിസ് റിപ്പോർട്ട് അനലൈസസ് the economic rationalize of the strategies in the context of changes in business environment. ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ചേഞ്ചസ് അനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജിയെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതാണ് ഈ ഒരു മാനേജ്മെൻറ്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആസ് പെർ സെബി ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻഡസ്ട്രി സ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്, സെഗ്മെൻറ്റ് വൈസ് ഓർ പ്രൊഡക്റ്റ് വൈസ് പെർഫോമൻസ്, ഔട്ട്ലുക്ക്, റിസ്ക് ആൻഡ് കൺസേൺസ്, ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ആൻഡ് ദെയർ ആഡ്വക്കസി, ഡിസ്കഷൻ ഓൺ ഫിനാൻഷ്യൽ പെർഫോമൻസ്. ദെൻ നെക്സ്റ്റ് വൺ മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ്സ് ഓൺ ദി ഹ്യൂമൻ റിസോഴ്സസ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഫ്രണ്ട് ഇൻക്ലൂഡിംഗ് നമ്പർ ഓഫ് പീപ്പിൾ എംപ്ലോയിഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മാനേജ്മെൻറ്റ് ഡിസ്കഷൻ നടത്തി അതിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു റിപ്പോർട്ടിനെയാണ്, അനാലിസിസ് റിപ്പോർട്ടിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റേഷണൽ തിങ്കിങ്ങിലൂടെ, മാനേജ്മെൻറ്റ് ഡിസ്കഷനിലൂടെ, സ്ട്രാറ്റജിക് തിങ്കിങ്ങിലൂടെ ഉടലെടുക്കുന്ന റിപ്പോർട്ടിനെയാണ് ഇത് എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് ഡിസ്കഷൻ ആൻഡ് അനാലിസിസ് റിപ്പോർട്ട് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിലെ 7 പോയിൻറ്റ്സുകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. ഇനിയും കുറച്ച് പോയിൻറ്റ്സുകൾ കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.